ഈ കാശില്ലാത്തതിന്റെ കാരണം എന്താണ്? സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ വാദം അത് ജനങ്ങൾ ആലപ്പുഴയിലെ വോട്ടർമാർ തള്ളിയോ അതോ അംഗീകരിച്ചോ? ഉത്തരം ഇതാണ്. നോക്കൂ, കാശില്ല കാരണം എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പരാജയം എന്ന് 20% ആളുകൾ പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണ് 69.5%, 69.5% ആളുകളും പറയുന്നത്. എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക്, പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾക്ക്, മറിയക്കുട്ടിക്ക് കയ്യിൽ പൈസയില്ലാത്തതിന്, പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്നതിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് അല്ല, കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നമല്ല, പകരം സംസ്ഥാന സർക്കാരിന്റെ മിസ്മാനേജ്മെന്റ് എന്നത് തന്നെയാണ് ആലപ്പുഴയിലെ വോട്ടർമാർ വിലയിരുത്തുന്നത്. അതായത് 70% ആളുകളാണ് സംസ്ഥാന സർക്കാർ സാമ്പത്തികമായ കാര്യങ്ങളിൽ കെടുകാര്യസ്ഥത വരുത്തിയെന്ന് വിചാരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് വീണ്ടും സർക്കാർ വിരുദ്ധ തരംഗമാണ്. നോക്കൂ, ആലപ്പുഴയുടെ MLA ആരായിരുന്നു? TM തോമസ് ഐസക് ആയിരുന്നു അല്ലേ? ഇപ്പോൾ ആലപ്പുഴ MLA PP ചിത്രഞ്ജനാണ്. ചിത്രഞ്ജന് മുമ്പ് തോമസ് ഐസക്കിനെയാണ് ആലപ്പുഴ തെരഞ്ഞെടുത്ത് വിട്ടത്. തോമസ് ഐസക്കും ഒരു വരുത്തനാണ്. പക്ഷേ തോമസ് ഐസക്കിനെ കുറിച്ച് എന്താണ് ആലപ്പുഴക്കാർ കരുതുന്നത്? മികച്ച സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ മികച്ച സാമ്പത്തിക വിദഗ്ധനെ തെരഞ്ഞെടുത്ത് വിടുകയും അദ്ദേഹം കേരളത്തിലെ ധനമന്ത്രിയായിരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കൃത്യമായൊരു ബോധ്യത്തിലേക്ക് അവരെത്തുന്നു. എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, കെടുകാര്യസ്ഥതയാണ് ഈ പറയുന്ന ധനപ്രതിസന്ധിക്ക് കാരണം എന്ന് പറയുമ്പോൾ നോക്കൂ അരുൺ, സുജയ, കൃത്യമായ സർക്കാർ വിരുദ്ധ തരംഗം ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാം. ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നവകേരള സദസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇതെല്ലാം നെഗറ്റീവായി വർക്ക് ചെയ്യുന്നത് ആന്റി ഗവൺമെന്റ് ആയിട്ടാണ്. ഈ സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിച്ചത് സ്വാഭാവികമായും പ്രതിപക്ഷമാകണമല്ലോ. പ്രതിപക്ഷം ക്രിയാത്മകമല്ല എന്ന് അങ്ങനെ വേണമെന്നില്ല. കാരണം വെച്ചാൽ നമ്മളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വയം ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് ക്ഷേമ പെൻഷൻ കിട്ടാതിരിക്കുന്ന സാഹചര്യം, അവശ്യ സാധനങ്ങൾ ലഭ്യമല്ലാതിരിക്കുന്ന സാഹചര്യം, വിലക്കയറ്റം അനുഭവിക്കുന്ന സാഹചര്യം, കാരുണ്യ പോലുള്ള പദ്ധതികൾക്കുണ്ടായിട്ടുള്ള മുടക്കം, ഇതെല്ലാം തന്നെ ജനങ്ങൾ സാധനങ്ങളില്ലാതെ. അപ്പൊ ഇതൊക്കെ പ്രതിപക്ഷം നന്നായി ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് സുജയ പറയുന്ന ഒരു കാര്യത്തിൽ പോയിന്റ് ഉണ്ട്. സുജയ പറയുന്നത് പകുതി പ്രതിപക്ഷം ബോധ്യപ്പെടുത്തേണ്ടതാണ്, പകുതി സ്വയം ബോധ്യപ്പെടേണ്ടതാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷത്തോടൊപ്പം ഒരു ധർമ്മം നിർവഹിച്ചവരുണ്ട് മാധ്യമങ്ങൾ. മാധ്യമങ്ങളിലൂടെ സ്വയം ബോധ്യപ്പെട്ടതാണ് ഇവർക്ക് ഈ ധനപ്രതിസന്ധി ആരുടേതാണ്. അവർക്ക് പെൻഷൻ കൊടുക്കുക. മറിയച്ചേച്ചിയെ കൊണ്ടുവന്നത് പ്രതിപക്ഷമാണെങ്കിലും അവതരിപ്പിച്ചത് മാധ്യമങ്ങളാണ്. ആദ്യം മറിയച്ചേച്ചിയെ കണ്ടെത്തുന്നത് ഒരു മാധ്യമമാണ്. നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലൂടെയാണ് പിന്നീട് മറിയച്ചേച്ചി സംസാരിക്കുന്നത്. അങ്ങനെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച മാധ്യമങ്ങളും പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എസ്റ്റാബ്ലിഷ്ഡ് റിയൽ പ്രതിപക്ഷത്തോട് ജനങ്ങൾ അത്ര പോരാ എന്ന നിലപാടാണ് എടുക്കുന്നതെങ്കിലും സർക്കാരിന്റെ വീഴ്ച ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ആ അർത്ഥത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ അടുത്ത ചോദ്യം നവകേരള സദസ്സിൽ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. ആയുധമാക്കുന്നുണ്ടോ? കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ട് എന്ന് പറഞ്ഞത് 21.1% മാത്രമാണ്. ഇല്ല എന്ന് പറഞ്ഞതാവട്ടെ പകുതിയിലധികം ആളുകളും 51.6% ആളുകളും ED, CBI പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തുന്നു. അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് 27.3% ആളുകളാണ്. 51% EDയും CBIയും രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നില്ല എന്ന നിലപാടിലാണ്. നോക്കൂ, ആലപ്പുഴയുടെ മണ്ണറിയുന്ന ഡോക്ടർ TM തോമസ് ഐസക് EDയുടെ സമൻസിനോട് പ്രതികരിച്ചത് പ്രധാന വാർത്തയായ ഒരു ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. ED, CBI കേന്ദ്ര ഏജൻസികളെ കുറിച്ചുള്ള വേട്ടയാടലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്ന ഒരു മണ്ഡലത്തിലാണ് പറയുന്നത് EDയും CBIയും രാഷ്ട്രീയ ആയുധമല്ല. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ബാലകൃഷ്ണൻ. നമ്മൾ എല്ലാ മണ്ഡലങ്ങളിലും ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ സമാനമായ അതിനൊരു കാരണമുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നു. കരുവന്നൂരടക്കമുള്ള വിഷയങ്ങളിൽ ED എത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ജനം വിശ്വസിക്കുന്നില്ല. എക്സാലോജിക്കിലും അപ്പുറം കരുവന്നൂരാണ്. കാരണം ഇവിടെ EDയും CBIയും നേരിട്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കരുവന്നൂരാണ്. കരുവന്നൂരാണ് നമ്മൾ ഏറെ ചർച്ച ചെയ്തത്. എക്സാലോജിക്കുണ്ട് സ്വാഭാവികമായും. അപ്പോൾ കരുവന്നൂർ വിഷയത്തിൽ അത് ബോധ്യപ്പെട്ടതാണ്, സർക്കാർ തന്നെ സമ്മതിച്ചതാണ്, അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിന് ഈ നാട്ടുകാർ ഇങ്ങനെ പ്രതികരിക്കൂ. അപ്പോൾ ഒരു കാര്യമുണ്ട്, നവകേരള സദസ്സിൽ പറഞ്ഞ ഈ ന്യായീകരണങ്ങൾ രണ്ട് വിഷയങ്ങളും പാളി. AM ആരിഫ് പുതിയൊരു വിഷയത്തിൽ പിടിക്കുന്നതായിരിക്കും നല്ലത്. AM ആരിഫിനെ അവിടെ മുന്നോട്ട് വെക്കാനുള്ള ഏക ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു MP എന്നുള്ള നിലയ്ക്ക് ആരിഫ് ആ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ്. അതേസമയം
സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം നിലനിൽക്കുന്നു. ഒരു ആന്റി ഇൻകംബൻസി വേവ് തന്നെ അവിടെയുണ്ട്. നവകേരള സദസ്സ് വർക്ക് ചെയ്തിട്ടില്ല. EDയുടെയും CBIയുടെയും വരവിനെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പകപോക്കലാണെന്നുള്ള വാദം അവിടെ വർക്ക് ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് വിലക്കയറ്റം വരെ അനുഭവിക്കുന്നു, കാരുണ്യ പോലുള്ള പദ്ധതികളുടെ പ്രതിസന്ധി അനുഭവിക്കുന്നു, ക്ഷേമ പെൻഷൻ കിട്ടാത്ത പ്രശ്നം അനുഭവിക്കുന്നു. There is a strong anti incumbency. പക്ഷേ അപ്പോഴും ഉണ്ണി ബാലകൃഷ്ണൻ ആരിഫ് MP ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച സജീവ സാന്നിധ്യമുണ്ടായിരുന്ന ഒരു MP ആണ്. നമ്പർ 2, അദ്ദേഹം പാർലമെന്റിൽ സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പാർലമെന്റിലെ റെക്കോർഡ് വളരെ ഉയർന്നതാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന ഭരണത്തോട് മമതയില്ല.